ഞാൻ മാമിയെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നോക്കിയപ്പോൾ ദേ മുന്നിലൊരു ജർമ്മൻ ഗേൾ കിടക്കുന്നു. കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ചു. ഓടി വന്ന് ചുറ്റും നടന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഹായ് ബറീസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ പോർഷ് 911 കരേരയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ മാമിയെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നോക്കിയപ്പോൾ ദേ മുന്നിലൊരു ജർമ്മൻ ഗേൾ കിടക്കുന്നു. കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ചു. ഓടി വന്ന് ചുറ്റും നടന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഫസ്റ്റ് ടൈമാണ് 2025 പോർഷ് 911 കരേര അടുത്ത് കാണുന്നത്. ഇതൊക്കെയാണ് ജർമ്മൻ ബ്യൂട്ടി. ഇപ്പോൾ BMW കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫീല് തന്നെയാണ് ഈ ഒരു വണ്ടി കാണുമ്പോഴും. കാരണം അത്രയ്ക്കുണ്ട് ഇതിൻ്റെ ഒരു ബ്യൂട്ട്നെസ്. കാണുമ്പോൾ ബ്യൂട്ട്നെസ് മാത്രമല്ല, അത്രയ്ക്കും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറും കൂടിയാണ്. ഏതൊരു സൈഡിൽ നിന്ന് നോക്കിയാലും എലമെൻറ്റ്സ് നോക്കിയാലും ഭയങ്കര ഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വീലൊക്കെ തന്നെ കണ്ടോ, ആ ഒരു പഴയ 911 ഡിസൈൻ ടച്ച് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. ഫസ്റ്റ് പോർഷ് 911 അൺവീൽഡ് ചെയ്തത് 1963 ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോയിലാണ്. ഒരു 2.0 ലിറ്റർ 6 സിലിണ്ടർ ഫ്ലാറ്റ് എൻജിനായിരുന്നു. അതായത് ഒരു ബോക്സർ ടൈപ്പ് എൻജിനായിരുന്നു. ഇപ്പോഴും ആ ഒരു എൻജിൻ തന്നെയാണ് പോർഷ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ന്യൂ 911ലേക്ക് വരുമ്പോൾ ക്ലിയർ ലൈൻ ആൻഡ് മസ്കുലർ റിയർ സെക്ഷനോട് കൂടിയ ഒരു ഷാർപ്പർ ക്യാരക്ടർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അഡാപ്റ്റീവ് എയർ ഇൻടേക്ക് ഫ്ലാപ്പുകൾ ഉൾപ്പെടെയുള്ള വെർട്ടിക്കൽ എയറോ ഡൈനാമിക് ഇൻക്ലൂഡിങ് ചെയ്ത ഫ്രണ്ട് പ്രോൺ കൂടുതൽ വ്യത്യസ്തമായ ഒരു ലുക്കും സവിശേഷതയും നൽകുന്നുണ്ട്. ഒരു പോർഷ് കാറിനെ ഡ്രീം കാണുന്ന ഏതൊരാൾക്കും സാധാരണയായി മനസ്സിലൊരു ഇമേജ് ഉണ്ടാകും. 60 ഇയേഴ്സ് ആയിട്ട്, അതായത് 60 വർഷമായി ദൈനംദിന ഉപയോഗക്ഷമതയുള്ള ആവേശകരവും ശക്തവുമായ ഒരു സ്പോർട്സ് കാറിൻ്റെ പ്രതീകമാണ് 911. ട്വിൻ ടെർബോ ചാർജോട് കൂടിയ 3.0 ലിറ്റർ ഫ്ലാറ്റ് 6 എൻജിനാണ് ഈ ഒരു ന്യൂ 911. ഈ ഒരു ട്വിൻ ടെർബോ ചാർജോട് കൂടിയുള്ള ഫ്ലാറ്റ് 6 എൻജിൻ സമാനതകളില്ലാത്ത ശബ്ദം കൊണ്ട് തന്നെ ഏതൊരു കാർ എന്തൂസിയാസിനെയും രോമാഞ്ചം കൊള്ളിക്കും. 4 ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ പോലുള്ള എല്ലാ ലൈറ്റിംഗ് ഫംഗ്ഷനുകളും ഉൾപ്പെടെ പുതിയ മാട്രിക്സ് LED പ്രധാന ഹെഡ്ലൈറ്റുകൾ വരെ ഇതിൽ വരുന്നുണ്ട്. ഇത് 911 ദൂരെ നിന്ന് തന്നെ ലൈറ്റിംഗ് സിഗ്നേച്ചറിലൂടെ കാറിൻ്റെ പ്രത്യേക ഒരു രൂപം എടുത്തു കാണിക്കുകയും ഒരു പ്രത്യേക സിഗ്നേച്ചർ നൽകുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്നും വരുന്ന പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 394 HP ആണ്. ടോർക്ക് നോക്കുമ്പോഴേക്കും 450 Nm ആണ് ടോർക്ക്. ഗിയർ ബോക്സ് നോക്കിയാൽ ഓട്ടോമാറ്റിക് 8 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ്. വിത്ത് ഡുവൽ ക്ലച്ച് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. കൂടാതെ റിയർ വീൽ ഡ്രൈവ് കൂടിയാണ് ഈ ഒരു പോർഷ് 911. നെക്സ്റ്റ് 0 to 100 എന്ന വേഗത കൈവരിക്കാൻ വെറും 4.1 സെക്കൻഡ് മതിയാകും 911 കരേരയ്ക്ക്. ടോപ്പ് സ്പീഡ് ഏകദേശം 294 കിലോമീറ്റർ ആണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു വാഹനം കാർബുരാന്തിൻ്റെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ ഒന്നും കൂടി ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം ഇതിനേക്കാൾ പവറിലും സ്പീഡിലും പോകുന്നതായിരിക്കും. അത് ഏതൊരു കാറായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫീൽ, പോർഷ് 911 ഒരു ഫീൽ എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. ഈ വാഹനത്തിൻ്റെ പ്രധാന സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ, ബേസ് മോഡലാണെങ്കിലും സാധാരണ ഉപയോഗത്തിനും ഹൈ സ്പീഡ് ഡ്രൈവിങ്ങിനും ധാരാളമാണ്. റോഡിലും ട്രാക്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ ഒരു വാഹനത്തിന് കഴിയും. ഇനി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നോക്കിയാൽ ഓൾറെഡി വേൾഡ് ഫേമസ് ആണ് പോർഷ് 911 ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. 911 ഹാൻഡിലിംഗ് ലോകോത്തരമാണ്. ഒരു സ്പോർട്സ് കാർ ആയിരിക്കുമ്പോൾ തന്നെ നഗരത്തിലെ യാത്രകൾക്ക് പോലും ഇത് സൗകര്യപ്രദമാണ്. സ്റ്റിയറിംഗ് കൃത്യതയേറിയതും പ്രതികരിക്കുന്നതുമായ സ്റ്റിയറിംഗ് ഡ്രൈവർക്ക് റോഡുമായി മികച്ച ബന്ധം നൽകുന്നു. അതായത് ഭയങ്കര കംഫർട്ട് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. റൈഡ് ക്വാളിറ്റി നോക്കിയാൽ അഡാപ്റ്റീവ് സസ്പെൻഷൻ ഓപ്ഷണലായി ലഭ്യമാണ്. ഇത് ഡ്രൈവർക്ക് ആവശ്യമുള്ളപ്പോൾ കാറിനെ ഒരു ക്രൂയിസർ കാറായും ആവശ്യമുള്ള ടൈമിൽ ഒരു റേസിംഗ് സ്പോർട്സ് കാറായും മാറ്റാൻ സാധിക്കുന്നു. ഇനി ബ്രേക്കിംഗ്, കാറിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു മികച്ച ബ്രേക്കിംഗ് പ്രകടനമാണ് കാണിച്ചു തരുന്നത്. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഇനി പോർഷ് 911 കാറുകൾ എനിക്ക് പൊതുവെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഒരു ടൈംലെസ് ഡിസൈനാണ് എപ്പോഴും ഈ ഒരു വാഹനത്തിന് നൽകുന്നത്. അതായത് ഒരു യുണീക്ക് ഡിസൈനാണ്. നെക്സ്റ്റ് ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. മാത്രമല്ല മുൻപുണ്ടായിരുന്ന അനലോഗ് ടാക്കോമീറ്റർ ഇപ്പോൾ പൂർണ്ണമായും ഡിജിറ്റലായിട്ട് മാറ്റിയിട്ടുണ്ട്. മികച്ച പ്രതികരണ ശേഷിയുള്ള 10.9 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത്. ഇനി 2+2 സീറ്റിംഗ് ക്രമീകരണമാണ് ഈ ഒരു കാറിന് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ 2 പേർക്കിരിക്കാം. ഇത് ഒരു 2 ഡോർ വാഹനമാണെങ്കിലും പിന്നിൽ വളരെ ചെറിയ 2 സീറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സീറ്റ് സ്റ്റോറേജ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം.
മുൻവശത്ത് ഒരു ചെറിയ ഫ്രാങ്ക് സ്റ്റോറേജ് സ്ഥലമുണ്ട്, അതായത് ഫ്രണ്ട് ട്രങ്കിനെയാണ് ഫ്രാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു 911 ടെയിൽ ലൈറ്റ് ഡിസൈൻ നോക്കുമ്പോൾ ഒരു ബാർ ലൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ ചേർന്നാണ് റിവേഴ്സ് ലൈറ്റ് വരുന്നത്. ഇവിടെയായിട്ട് 911 കരേര എന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡിനനുസരിച്ച് ഈ ഒരു സ്പോയിലർ അപ്പ് ആൻഡ് ഡൗൺ ആകുന്നതാണ്. നെക്സ്റ്റ് ഫ്രണ്ട് ബമ്പർ നോക്കിയാൽ രണ്ട് സൈഡിൽ റേഡിയേറ്റർ കാണുന്ന സ്പോർട്ടി സ്റ്റൈലിലാണ് ബമ്പർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കൂടുതൽ എയർ റേഡിയേറ്ററിലേക്ക് എത്തിക്കാനും സഹായിക്കും. അടുത്തതായിട്ട് ഫ്രണ്ട് ടയർ സൈസ് നോക്കിയാൽ 245/35 ZR20 ആണ് ഫ്രണ്ട് ടയർ. ഇനി റിയർ ടയർ 305/30 ZR21 ആണ്. നല്ലൊരു അടിപൊളി സ്പോർട്ടി റേസിംഗ് അലോയ് വീൽസ് ആണ്. ഫ്രണ്ടിൽ 20 ഇഞ്ചും റിയറിൽ 21 ഇഞ്ചുമാണ്. പോർഷ് 911 കരേര മറ്റ് സ്പോർട്സ് കാറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഹാൻഡ്ലിംഗ് ഉള്ള സ്പോർട്സ് കാറുകളിൽ ഒന്ന്. ഡെയിലി ഉപയോഗത്തിന് പോലും സൗകര്യപ്രദമായ സ്പോർട്സ് കാർ പോർഷ് ഫ്ലാറ്റ് 6 എഞ്ചിൻ നൽകുന്ന ആ ഒരു ശബ്ദം വളരെ ഫീൽ ഗുഡാണ്. നെക്സ്റ്റ് ഇൻറ്റീരിയറിലെയും എക്സ്റ്റീരിയറിലെയും ഉയർന്ന നിലവാരമുള്ള നിർമ്മാണം, അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഉള്ള കാറാണ് പോർഷ് 911 കരേര. ഞാൻ ഈ ഒരു കാറ് കണ്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു പയ്യൻ നിൽപ്പുണ്ട്. ഇവന് ഈ കാറിനെ കുറിച്ച് എല്ലാം അറിയാം. ഇത് ഏത് കാറാണെന്നും ബ്രാൻഡ് ഏതാണെന്നും എല്ലാം ഇവനറിയാം. അത്രയും കാറ് ഭ്രാന്തനായിട്ടുള്ള ഒരു കുട്ടിയും കൂടിയാണ്. ഈ ഒരു വാഹനം ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകും. അതായത് കുറേ നേരം നമ്മളിങ്ങനെ കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് ജർമ്മൻ നിർമ്മാതാക്കൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാഹനം ജർമ്മൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അത്രയും ഹൈലി ഡിസൈനാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഏതൊരു എലമെൻറ്റ്സ് എടുത്താലും അത്രയും ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടുമാണ് ബിൽഡ് ചെയ്ത് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ നിന്ന് വരുന്ന ആ ഒരു എക്സോസ് നോട്ട്, ഈ ഒരു എൻജിൻ്റെ ആ ഒരു നോയ്സ് നിങ്ങൾക്ക് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. അത്രയും സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ എൻജിൻ നോയ്സ് കേൾക്കാൻ സാധിക്കുന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോഴും ആ ഒരു പഴയ 911 പോർഷ് 911 നമ്മുടെ എല്ലാ കാർ എന്തൂസിയാസിൻ്റെയും മനസ്സിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ആ ഒരു കാറ് തന്ന ഓളം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കാറാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു കാറും കൂടിയാണ് പോർഷ് 911 സീരീസ് എന്ന് പറയുന്നത്. ഏതൊരു സ്പോർട്സ് കാറുകളും ഹൈറ്റ് കുറവായിരിക്കും. അതായത് നോർമൽ കാറിനെ അപേക്ഷിച്ച് പൊതുവേ ഹൈറ്റ് കുറഞ്ഞ് ഒരു പതിഞ്ഞ രൂപമായിരിക്കും. ഒരു ലോ പ്രൊഫൈലിൽ കിടക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ അവർ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് നേരം കൂടി ഉള്ളൂ നമുക്ക് ഈ ഒരു വാഹനം കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു വാഹനം റിവേഴ്സ് എടുത്തിട്ട് തിരിച്ച് പോകാനാണ്. അന്നേരം നമുക്ക് ആ ഒരു എക്സോസ് നോട്ടൊക്കെ നല്ലപോലെ കേൾക്കാൻ സാധിക്കും ഒന്നും കൂടി. അതുപോലെ ഇവിടെ നിന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോയി. എല്ലാവരും നോക്കുന്നുണ്ട്. അതുപോലെ സ്കൂൾ ബസ്സിൽ പോയവരൊക്കെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് അയ്യോ കാറ് ഇതുകൊണ്ട് സ്പോർട്സ് കാർ കിടക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.